ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കൂവപ്പൊടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ 2 കിലോ കൂവയൊക്കെ വാങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ് വാങ്ങിയിട്ട് 4-5 ദിവസമായിട്ടുണ്ടാവും. നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നേരാക്കി കാണും ഇതിനൊന്നും. അപ്പം ഇന്ന് എന്തായാലും ഉണ്ടാക്കി വെക്കാം. ഇനി ഇത് ഉണങ്ങി കിട്ടുമൊക്കെ വേണ്ടേ. അപ്പം ഇന്ന് നമുക്കതിന് നേരാക്കാമെന്ന് കരുതി. പിന്നെ ഇതൊന്ന് വീഡിയോ എടുക്കാൻ ഒരാളെയും കൂടെ കിട്ടണ്ടേ. അപ്പോൾ 2 കിലോനാട്ടോ വാങ്ങിയായിരുന്നത്. അപ്പോൾ ചതഞ്ഞത് അതിൻ്റെ ചെത്തിക്കളഞ്ഞിട്ടൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിലൊന്നും ഇല്ല. കുഴപ്പമില്ലാത്ത പൂവ് നോക്കിയിട്ടാണ് എടുത്തേ. നമ്മളിവിടെ ഒന്നും കിട്ടി. അപ്പോൾ തോലൊക്കെ കളഞ്ഞെടുത്ത്. പിന്നെ എന്നാലും ഇത് കൂടെ ചെറുതായിട്ട് ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല കഴുകി തിരുമ്മി കഴുകിയെടുക്കണം. അപ്പോൾ കുറച്ചൊക്കെ വൃത്തിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കഴുകിയിട്ടെടുക്കാം. നമുക്ക് ഒരു 4-5 വട്ടെങ്കിലും കഴുകിയെടുക്കേണ്ടി വരും. എന്നാലൊന്ന് വൃത്തിയായി കിട്ടുന്നുണ്ടാവില്ല. നല്ല തിരുമ്മി കഴുകിയെടുത്താൽ കുറച്ചൊക്കെ പോകുന്നു. ഞാൻ നേരാക്കുമ്പോൾ തന്നെ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ ഇതിൻ്റെ പുറമേയുള്ള തോലൊക്കെ ഒന്ന് കുതിർന്നിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാവുമല്ലോ. ഇനി ഒരു വട്ടം കഴുകി കേട്ടോ. ഇനി നമുക്ക് 2ാം വട്ടം കൂടെ ഒന്ന് കഴുകി. ഞാനൊരു 3 പ്രാവശ്യമെങ്കിലും കഴുകേണ്ടി വരും. കുഴപ്പമില്ല, അത് അരച്ചെടുക്കാനല്ലേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇത് പുഴുങ്ങി കഴിക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ഈ ചാവത്തും ചേമ്പൊക്കെ ഇങ്ങനെ പുഴുങ്ങിയിട്ട് കഴിക്കില്ലേ. അപ്പം ചായക്കൊക്കെ പുഴുങ്ങി കഴിക്കായിരുന്നു. പിന്നെ നമുക്ക് വയറുവേദനയും മൂത്രത്തിൽ ചൂടൊക്കെ തോന്നുമ്പോൾ ഇതിൻ്റെ പൊടി ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളമായിക്കോട്ടെ, വെള്ളത്തിൽ ഒരു സ്പൂണൊക്കെ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം അമ്മ പറയുമായിരുന്നു വയറുവേദനയൊക്കെ മാറും, ഉള്ളിലേക്ക് തണുപ്പാണെന്ന് പറയുമായിരുന്നു. ഞങ്ങളൊക്കെ ചൂട് സമയത്തൊക്കെ വയറ് പുകയെന്നൊക്കെ തോന്നുമ്പോൾ ഞങ്ങൾക്ക് കലക്കി കുടിക്കുമായിരുന്നു. അപ്പം ഇത് കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അപ്പം മിക്സിയുടെ ജാറിലിട്ടിട്ട് പെട്ടെന്ന് അരച്ചെടുക്കാമല്ലോ. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക ചെയ്യാം. അപ്പം നമുക്ക് പറ്റാവുന്നിടത്തോളം കനം കുറച്ച് അരിയണം. അപ്പോൾ ഞാൻ വെച്ചരിയുമ്പോൾ എനിക്ക് ശരിയാവില്ല, പെട്ടെന്നാവില്ല, കുറേ സമയം എടുക്കുകയും ചെയ്യും. നമ്മൾ കനം കുറച്ചിങ്ങനെ നല്ല അരിഞ്ഞെടുക്കണം. പിന്നെ കടയിൽ നിന്ന് മേടിക്കണ പൊടി നമുക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നും. നമ്മൾ വീട്ടിലുണ്ടാക്കണ തന്നെ നല്ലത്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ വേറെ എന്തോ മൈദ കൂട്ടിയ പോലെയൊക്കെ തോന്നും. പക്ഷെ രണ്ടും വേറെ ടേസ്റ്റ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കണ ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുണ്ട്. ഇവളെ എന്ത് പണിയെടുക്കുമ്പോഴും എൻ്റെ പിന്നാലെ ഉണ്ടായിരിക്കും അല്ലേ. എൻ്റെ പിന്നാലെ ഉണ്ടാവില്ലേ. അത് ഒടിച്ചിട്ടല്ല എടുക്കുക, അത് അരിഞ്ഞെടുക്കാനുള്ളതാ. ഇതെന്താ സാധനം? ഇതിൻ്റെ പേരെന്താ? കിങ്ങിണി, ഇതെന്താ സാധനം? അതെന്താ അറിയാത്ത? കുവ. കുഗ്ഗല്ല, കുവ. അമ്മ പറയുന്ന പോലെ പറയേ. കൈവേദനിക്കാൻ തുടങ്ങിട്ടോ. സംഭവം ഇതൊക്കെ ടാസ്ക് പിടിച്ച പണിയാണ്. കനം കുറച്ചരിയല് ആകെ 3 ഇത് ഞാൻ എടുത്തിട്ടുണ്ടാവുള്ളൂ. ഇനി ബാക്കി ഇതൊക്കെ ഇരിക്കുക. അപ്പോഴേക്കും എൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങി. നമ്മൾ കൈ വെച്ചരിയനേക്കാളും ഗ്രേറ്ററൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്നുകൂടെ കനം കുറച്ചിട്ട് പെട്ടെന്ന് അരിയാൻ പറ്റും. ഇങ്ങനെ സബോള അരിയണ കണ്ടിട്ടില്ലേ, അതുപോലെ ഇരിഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ തോന്നണം. ഇതിൽ അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല തോന്നുന്നു. നമ്മൾ കയ്യിൽ വെച്ചരിയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. കൈയും ഷോൾഡറും മുട്ടൊക്കെ വേദനിക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ, ഇതുവരെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കും. അരിഞ്ഞു കൊടുക്കാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും. കഴിഞ്ഞ വർഷം അരിഞ്ഞു കൊടുത്തു. ഞാൻ ചേച്ചിയായിരുന്നു, അമ്മ ചേച്ചി ഉണ്ടായിരുന്നു വീട്ടിൽ. അമ്മ അരക്കൊക്കെയാണ് ചെയ്തത്. അപ്പോൾ രണ്ടാളുണ്ടായതുകൊണ്ട് മൊത്തം പണി വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ മൊത്തം പണിയെടുക്കുമ്പോൾ നമുക്ക് മടുപ്പമായിരിക്കും. നല്ല ഉണക്കിയെടുത്ത് വെച്ചാൽ നമുക്ക് ഒരു വർഷമൊക്കെ എടുക്കാം, കേടുകൂടാണ്ട് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ നമ്മൾ അതിസാഹസികമായിട്ടെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല, വിഷ്ണുവേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. പകുതി ഞാനരിഞ്ഞു, പകുതി വിഷ്ണുവേട്ടനായിരുന്നു. കാരണം കൈ വേദനിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പം ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല അരച്ചെടുത്തിട്ട്
പിന്നെ നമുക്ക് കലക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീൻ വറക്കുന്നുണ്ട്, നമുക്ക് ചോറുണ്ണണമല്ലോ. അപ്പോൾ വിഷ്ണല്ല പപ്പുള്ളത് വേണം. അപ്പോൾ ഞാൻ മീൻ മസാല തേച്ച് വെച്ചായിരുന്നു, മൂക്കത്തില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മൂക്കട്ടെ. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല അരച്ചെടുക്കാം കേട്ടോ. അറിയുമായിരിക്കും അല്ലേ? കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. വെറുക്കാണ്ടിരുന്നാൽ മതിയാവുമായിരിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാമല്ലോ. നമ്മൾ മിക്സി അരക്കണതിൻ്റെ മുമ്പേ, മിക്സിയിൽ എന്തെങ്കിലും അരക്കണതിന് മുമ്പ് കിങ്ങിനോട് പറയണം. അല്ലെങ്കിൽ കിങ്ങിണി അവിടെ നിന്ന് കാറും, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് കരയും. അപ്പം നമുക്ക് കിങ്ങിനോട് പറഞ്ഞിട്ട് വരാട്ടോ. കിങ്ങിണി, അമ്മ മിക്സിയിൽ അരയ്ക്കാൻ പോവാട്ടോ. നീ കണ്ടോ കിങ്ങിണിയുടെ എക്സ്പ്രഷൻ കാണിച്ചു തരാം. അമ്മ മിക്സിയിൽ അരക്കട്ടെ കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. നല്ല അരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും കേട്ടോ. നല്ല അരഞ്ഞിട്ടില്ലേ? ഉണ്ട്, ചണ്ടിയുണ്ട്. ഇതൊക്കെ ഒഴിക്കാം, പാത്രത്തേക്ക് ഒഴിക്കാം. ഇത് വെള്ളം കലക്കിയിട്ട് വേണം കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം നമ്മൾ. നല്ലോണം കലക്കിയിട്ടാണ് അരിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീൻ വറുത്തതായിട്ടുണ്ട് കേട്ടോ. 2 സൈഡ് നല്ല മൂത്തിട്ടുണ്ട്. വിഷ്ണ നല്ല മൂക്കണം. എനിക്ക് ചില മീൻ നല്ല മൂക്കണം, മത്തിയൊന്നും അധികം മൂക്കണം ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ വിഷ്ണ നല്ല മൂക്കണം. അപ്പോൾ മീൻ വറുത്തതായിട്ട് നമുക്ക് അതോപ്പാക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഈ ചെമ്പ് നിറച്ചും വെള്ളം വേണം. നമുക്ക് കലക്കി എടുത്തിട്ട് പൊടി ഊറി കിട്ടണമല്ലോ. അപ്പോൾ അതിന് കുറച്ചധികം വെള്ളം ഒഴിക്കണം. ഞാനൊരു 2 ബേസനോളം വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പം തന്നെ കയ്യിൽ കണ്ടില്ലേ, അടിയിൽ പൊടി ഊറി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ നല്ല ആകാംക്ഷയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അരിപ്പയിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ചണ്ടിയായിട്ട് മാത്രം കിട്ടണം. അപ്പോൾ ആദ്യം ഒരു കപ്പോളം ഒഴിച്ചു, ഒരു കപ്പിൽ ഒരു ബേസണോളം ഒഴിച്ചിട്ടുണ്ട്. അത് കൈ വെച്ചിട്ട് നല്ല തിരുമ്മി എടുക്കുന്നുണ്ട്. പറ്റ ചണ്ടിയായിട്ട് നമുക്ക് കിട്ടണം. കയ്യിൽ ഒരുമാതിരി ചണ്ടി രൂപത്തിൽ കിട്ടണം. അതുവരെ നന്നായി ഇതാക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളം മൊത്തം ഊറിയിട്ട് വേറെ ഒന്നുമില്ല എന്നുള്ള പരുവത്തിൽ വേണം നമ്മളെ കയ്യിലേക്ക് അത് കിട്ടാൻ. നമ്മളിത് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കറുത്ത കളറാണ്. പിന്നെ ഇനി നമ്മൾ നാളത്തേക്കാണ് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അപ്പോഴേക്കും അടിയിൽ ഊറി നിൽക്കണുണ്ടായിരിക്കും പൊടി. എന്നിട്ട് പിന്നെ നമ്മളൊന്ന് തുണിയിൽ വേണമെങ്കിൽ കെട്ടിത്തൂക്കാം, അല്ലെങ്കിൽ നല്ല പേപ്പർ അല്ലെങ്കിൽ തുണി വിരിച്ചിട്ട് അതിലിട്ട് നല്ല ഉണക്കിയെടുക്കണം. പിന്നെ അത് പിഴിഞ്ഞിട്ട് കിട്ടിയതുണ്ട്. ആദ്യത്തെ ചണ്ടിയാണ് ഇത്, കണ്ടില്ലേ? ചണ്ടി നല്ല പിഴിഞ്ഞിട്ട് കിട്ടിയ ചണ്ടിയാണ്. പിന്നെ ഞങ്ങളൊരു അരിപ്പ് വെച്ചിട്ട് പിഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ചണ്ടിയായിട്ടാണ് കിട്ടിയത്. പിന്നെ രണ്ടാമത് ഞങ്ങൾ ഒരു തുണി വെച്ചിട്ട്, തോർത്തല്ല, അതിനേക്കാൾ ഒന്നുകൂടെ നൈസായ തുണി വെച്ചിട്ട് പിഴിഞ്ഞിട്ട് കിട്ടിയ ചണ്ടിയത്. കാണുമ്പോൾ പൊടി പോലെയൊക്കെ തോന്നും, പക്ഷെ ചണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടി. ബാക്കി നമുക്ക് നാളെ എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് വെള്ളം ഇനി ഒഴിവാക്കാം. ഇന്നലെ വൈകിട്ടല്ലേ വെച്ച രാത്രിക്ക്, അപ്പോഴേക്കും ഊറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇനി വെള്ളം ഒഴിവാക്കിയിട്ട് ഒരു തുണിക്കിടണം. പിന്നെ അതൊന്നും വേണമെങ്കിൽ കെട്ടിത്തൂക്കാം, അല്ലെങ്കിൽ ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ട് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാൻ വയ്ക്കാം. അപ്പം ഞാനിത് കളയാൻ പോവുക കേട്ടോ. എടുക്കാവും. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ? അപ്പം നമുക്കിനി ഇത് ചുരണ്ടി എടുക്കാം. എന്തത് കിട്ടാത്ത, ഇത് ഭയങ്കര പാടാട്ടോ, കിട്ടുന്നില്ല.
ഭയങ്കര കട്ടിയുള്ള പോലെ തോന്നുന്നു. കയ്യിലൊന്നും പോരുന്നില്ലല്ലോ. ഉണങ്ങും തോറും നമുക്കിങ്ങനെ പൊടിച്ചെടുക്കണം. ഞാനത് 2 കിലോ കൂവയുടെ ഇട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൂവ പൊടിച്ചിട്ട് കിട്ടിയ പൊടിയാട്ടോ. ഇത്രയുണ്ടെന്ന് പറയാനൊന്നുമില്ല. ആകെ കുറച്ച് തന്നെ ഉള്ളൂ. കുപ്പി വലുതാന്നേ ഉള്ളൂ കേട്ടോ. എത്ര കാണുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. എത്ര പൊടി കേട്ടോ. എൻ്റെ വലിയ കുപ്പിയായിരുന്നു, കുഞ്ഞു കുപ്പി ഉണ്ടായിരുന്നില്ല. അപ്പത്തിലാക്കി വെച്ചേ 2 കിലോ കൂവേട്ട മേടിച്ചായിരുന്നേ. പക്ഷേ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. നമുക്കിത്ര മതി. ഒരു 3 ദിവസമൊക്കെ ഞാൻ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് വിരകി തിന്നാം. പിന്നെ ഇത് കുറച്ച് വൈകിപ്പോയി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. തിരുവാതിരയുടെ അന്നാണ് കൂവപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ചധികം വൈകിപ്പോയി. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കും.